18 കൊല്ലമായി ഭഗവാൻ മുമ്പിൽ വന്നിട്ട്. അന്ന് തുടങ്ങി ഭഗവാൻ മുമ്പിൽ വൃത്തിയാക്കലും ഇതൊക്കെ ചെയ്യുന്നത് ഞാനാണ്. ഇന്നത്തെ നാൾ ഇവിടുന്ന് മാറിയിട്ടില്ല. നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയില് പാലക്കാട് കോഴിക്കോട് ചേലപ്പാറ അയ്യപ്പൻകാവ്. മനോഹരമായിട്ടുള്ളൊരു അതിപുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ചേലപ്പാറ അയ്യപ്പൻകാവ്. അപ്പൊ ഇത് പാലക്കാട് കോഴിക്കോട് റോഡില് ഈ സ്ഥലത്തിന്റെ കറക്റ്റായിട്ട് കാഞ്ഞിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇതില് കുറെ പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. അപ്പൊ അതൊക്കെ ഞാൻ പറയാം. അതിന് പറയാൻ വേണ്ടിട്ട് എന്റെ തിരുമേനി തന്നെ ഇവിടെ ഉണ്ട് നമുക്ക്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചറിയാം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു അയ്യപ്പൻകാവാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ഇതാണ് ശ്രീ ചേലപ്പാറ അയ്യപ്പൻകാവ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അതിപുരാതനമായ ക്ഷേത്രം. ഇതിന്റെ ശ്രീകോവിൽ മുഴുവനായും പണി കഴിപ്പിച്ചിട്ടുള്ളത് കരിങ്കല്ലിലാണ് എന്നതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. പൂർണ്ണ പുഷ്കലനായ അയ്യപ്പനാണ് ഇവിടെ പ്രതിഷ്ഠ. ഗണപതി സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഗണപതി സങ്കല്പത്തിൽ പൂജ ചെയ്യുന്നുണ്ട്. പഴയ കാലത്ത് ഒരു നായർ തറവാടിന്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം. പിന്നീട് ഒളപ്പമണ്ണ ദേവസ്വത്തിലും ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുമാണ് ഈ ക്ഷേത്രം. നാഗപൂജ, വിളക്കാചാരം, അഖണ്ഡനാമം എന്നിവ അതീവ പ്രാധാന്യത്തോടെ തന്നെ ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ശനി സൂക്തമാണ് ഇവിടെ പ്രധാന വഴിപാട്. ശനിദോഷ പരിഹാരത്തിനായി നിരവധി ആളുകളാണ് ഈ വഴിപാട് കഴിക്കാനായി ഇവിടെ എത്തിച്ചേരുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവാനാണ് ഇത് എന്ന് ഭക്തർ പറയുന്നു. രണ്ടു നേരവും നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. പാലക്കാട് ജില്ലയിലൂടെ യാത്ര ചെയ്യുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു അതിപുരാതനമായ ക്ഷേത്രം തന്നെയാണ് ഇത്. സ്വാമിയേ ശരണമയ്യപ്പ. ചേലപ്പാറ അയ്യപ്പൻകാവ് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഞാൻ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. എൻ്റെ പേര് രാജഗോപാലൻ ആണ്. ഈ ക്ഷേത്രത്തിൽ വിശേഷ വഴിപാടായ ശനിസൂക്തം എന്നുള്ള പൂജ ഇവിടെ വളരെ പ്രസിദ്ധമായി ചെയ്യുന്ന ഒരു വഴിപാടാണ്. ശനിസൂക്ത വഴിപാടിലൂടെ ഇപ്പോൾ വളരെ ഭക്തജനങ്ങൾക്ക് വളരെ മാറ്റങ്ങളും അതേമാതിരി അവർക്ക് ശനിദോഷത്തിൻ്റെ ദോഷങ്ങൾ തീർന്നതായും എന്നോട് വന്ന് പറയാറുണ്ട്. ഈ ക്ഷേത്രം വളരെ വർഷം പഴക്കമുള്ളതാണ്. ഒരു 10-200 വർഷത്തിന് മേൽ പഴക്കമുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇതിന്റെ ഒരു ഐതിഹ്യം, ഇതിന്റെ ഒരു ചരിത്രം, ക്ഷേത്രപരമായ കാരണങ്ങളെ കുറിച്ചൊന്ന് അറിയാവുന്ന രീതിയിൽ പറയാൻ കഴിയും? ഈ ക്ഷേത്രം പഴയ കാലത്ത് നായർ തറവാടിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ്. പിന്നീട് ഈ ക്ഷേത്രം ഒളപ്പമണ്ണ ദേവസ്വം ഏറ്റെടുക്കുകയും ഇപ്പോൾ മലബാർ ദേവസ്വത്തിന്റെ അണ്ടറിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം പുരാതന ക്ഷേത്രമാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഞാനിപ്പോ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഒരു 4-5 വർഷം ആവുന്നേ ഉള്ളൂ. പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്താ? ഇവിടെ പൂർണ്ണ പുഷ്കലാംബാൾ സമേത ശ്രീ ധർമ്മശാസ്താവാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രത്തില് ബാക്കിയുള്ള അയ്യപ്പ ക്ഷേത്രം പോലെ വിവാഹങ്ങൾ നടത്താൻ പറ്റാത്ത ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ വിവാഹങ്ങൾ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ നടത്താറുണ്ട്. വളരെ ഭംഗിയോടുകൂടി നടക്കാറുണ്ട്. പ്രധാന വഴിപാട് ശനിസൂക്തം, പിന്നെ നിത്യപൂജ, ഗണപതിയുടെ ഇവിടെ അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ. ഗണപതിയുടെ പ്രതിഷ്ഠ ഇല്ല. എന്നാലും ഗണപതിയുടെ സാമീപ്യം വളരെ പ്രധാനമാണ്. പിന്നെ നാഗപൂജകൾ നടത്താറുണ്ട്. അത് കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രത്തില്
ആണ് നാഗപൂജ നടത്താറുള്ളത്. അത് വളരെ ഗംഭീരമായിട്ട് നടക്കാറുണ്ട്. പിന്നെ ക്ഷേത്രത്തിന്റെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലാണ് വരാറുള്ളത്. ഡിസംബർ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ വിളക്കാചാരം എന്നുള്ള ചടങ്ങാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അത് 17 ദിവസം ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ദിവസം ഖണ്ഡനാമം, അത് ക്ഷേത്രത്തില് രാവിലെ മുതല് മദഗജവാഹന മഹാമതി ഹരിഹരസൂനോ നമസ്തുതേ എന്നുള്ള ആ നാമജപം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിർത്താതെ ഉരുവിടും. പിന്നെ അതിനുശേഷം വൈകിട്ട് ദീപാരാധന, വിശേഷ പൂജകള്, പിന്നെ അതേമാതിരി കലാപരിപാടികള്, നൃത്യങ്ങള്, നാദസ്വരം, ഓരോ സമയത്ത് ഓരോ പരിപാടികളായിരിക്കും. ചില വർഷങ്ങളിൽ ഗാനമേളയൊക്കെ നടത്തിയിട്ടുണ്ട് പഴയ കാലങ്ങളിലൊക്കെ. ഇത് രാവിലെ എത്ര മണിക്ക് തുറക്കുക ക്ഷേത്രം? രാവിലെ 4 മണിക്ക് ഞാൻ ക്ഷേത്രം തുറക്കും. എല്ലാ ക്ഷേത്രങ്ങളും എനിക്ക് അവിടുന്ന് വരാനുള്ള സൗകര്യം ഒക്കെ നോക്കിയിട്ടാണ് 4 മണിക്ക് തുറക്കും. 9 മണിക്ക് അടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. വൈകിട്ട് ഒരു 7 മണി, വിശേഷ ദിവസങ്ങളിൽ ഒരു 8 മണി, 8:30 മണിയൊക്കെ ആവാറുണ്ട്. ഇവിടെ ഈ ദൂരത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി വഴിപാടുകൾ ചെയ്യാൻ കഴിയുമോ? ഇപ്പോ അതിനുള്ള സംവിധാനം ആയിട്ടില്ല. ഇപ്പോ ക്ഷേത്രം ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ നിയറസ്റ്റ് ആയിട്ട് ഒരു ഒരു ഓഫീസ് റൂമൊക്കെ കെട്ടിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഇവിടെയുള്ള ഭക്തജനങ്ങളുടെയൊക്കെ സഹകരണവും ദേവസ്വത്തിന്റെ കുറച്ച് സഹായവും എല്ലാം കൂടിയിട്ടാണ് ഓഫീസ് റൂം ഇപ്പൊ പണി കഴിഞ്ഞിട്ടുള്ളത്. ഉപദേവന്മാരായിട്ട് ഉപദേവതകൾ ആരും ഇല്ല. അയ്യപ്പസ്വാമി മാത്രമാണ് പ്രതിഷ്ഠ. പൂർണ്ണ പുഷ്കലാംബാൾ സമേത ശ്രീ ധർമ്മശാസ്താവ്. ശനിദോഷത്തിന് നീരാഞ്ജനം കഴിക്കാറുണ്ട് ചില ആൾക്കാർ. നീരാഞ്ജനം, എള്ളുതിരി, പിന്നെ അതാണ് പ്രധാന വഴിപാട്. ശനിയാഴ്ച ദിവസങ്ങളിൽ, 30 ശനിയാഴ്ച ദിവസം ശനി സൂക്തത്തിന് നല്ല തിരക്കുണ്ടാവാറുണ്ട്. ബാക്കിയുള്ള ദിവസം എല്ലാ ശനിയാഴ്ചകളിലും ശനി സൂക്തം കഴിക്കാറുണ്ട്. പക്ഷേ 30 ശനിയാഴ്ചയാണ് വളരെ വിശേഷം. ക്ഷേത്രത്തിൽ നിറയെ ആൾക്കാർ വരും. ശനി സൂക്തത്തിന് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ശനി സൂക്തം ചെയ്യാറുള്ളൂ. തലേ ദിവസം ബുക്ക് ചെയ്യണം. 18 കൊല്ലമായി ഭഗവാൻ മുമ്പിൽ വന്നിട്ട്. അന്ന് തുടങ്ങി ഭഗവാൻ മുമ്പിൽ വൃത്തിയാക്കലും ഇതൊക്കെ ചെയ്യുന്നത് ഞാനാണ്. ഇന്നത്തെ നാൾ ഇവിടുന്ന് മാറിയിട്ടില്ല. ഭഗവാന്റെ ഇതുകൊണ്ട് എന്നെ ഇവിടെ എത്തിക്കണം ഏറ്റവും നേർച്ചയുള്ള എനിക്ക്. അയ്യപ്പൻ്റെ ഇതും കൊണ്ട് എനിക്ക് എൻ്റെ കാല് കൊണ്ട് വയ്യ. എന്നാലും അയ്യപ്പൻ്റെ ഇതും കൊണ്ട് നമ്മൾ ദിവസം വരുന്നുണ്ട്. രാവിലെ വന്ന് എനിക്ക് 4 ഓറ അടുത്ത്, ഇന്ന് അടുത്തിട്ടില്ല, 4 ഓറ അടുത്ത് വൃത്തിയാക്കി ഒക്കെ ചെയ്തിട്ട് നാം പോകുള്ളൂ. പൂജപാത്രം കഴുകി ഒക്കെ ചെയ്തിട്ടാ പോകുള്ളൂ. അന്ന് ഇന്നത്തെ ഇപ്പൊ എത്തിച്ചു. ഇനി അങ്ങനെ എത്തിക്കുന്നല്ല ഏറ്റവും പൂജകൾ എനിക്ക്. ആകെ മുട്ടുകാലും കൂടി വേദന ഉണ്ടെങ്കിൽ നടന്നിവിടെ അവിടെ നിന്ന് ഇവിടെ വരണ്ടേ. അയ്യപ്പൻ സകാലം എനിക്കിവിടെ വരാൻ സാധിക്കും. അയ്യപ്പൻ്റെ തുണയല്ലേ എനിക്ക്. അതുകൊണ്ട് ഞാൻ എൻ്റെ മകനും വരുന്നുണ്ട്. എൻ്റെ മൂത്ത മകനും ഇവിടെ ദിവസം വരും. ഇന്ന് രാവിലെ വന്ന് അതൊക്കെ ചെയ്താണ്ട് അവനും പോകും. അമ്മയും മകനും ഇവിടെ വരുന്നുണ്ട്. ഭഗവാന്റെ ഏറ്റ കടാക്കം കൊണ്ടാണ് ഞാൻ അവിടെ വന്ന് പോണത്. എൻ്റെ മകന് വണ്ടി ഇതായി. അയ്യപ്പൻ്റെ ഇതും കൊണ്ട് എൻ്റെ മകൻ ചട്ടപ്പെട്ട് വന്നു. അങ്ങനെ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്.